നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പ്രീമിയർ ലീഗിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ആസ്റ്റൺ വില്ല ടോട്ടനാമിനെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് തോൽപ്പിച്ചു. കോൺസയും കമാരയുമാണ് അവരുടെ ഗോളുകൾ കണ്ടെത്തിയത്. ഈ മത്സരത്തിന് ശേഷം എമി മാർട്ടിനസ് വല്ലാതെ വികാരാധീനനായിട്ട് കണ്ണുനീരൊഴുക്കുന്നതും മറ്റുമൊക്കെ നമ്മൾ കണ്ടു. അതിൻ്റെ പുറകിലെ കാരണം എന്താണ് എന്ന് ഇപ്പോൾ മാധ്യമപ്രവർത്തകർ വിശദീകരിക്കുന്നുണ്ട്. അർജന്റീൻ മാധ്യമപ്രവർത്തകൻ ഗാസ് നെഡൂലിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് അദ്ദേഹം ഇതാ ആസ്റ്റൺ വില്ല വിടുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് വില്ല പാർക്കിലെ തൻ്റെ അവസാന മത്സരം കളിച്ച് ആരാധകരോട് വിട ചൊല്ലിയതാണ് എമിലിയാനോ മാർട്ടിനസ് എന്നാണ് റിപ്പോർട്ട്. ഇനിയൊരു കളി കൂടി അവർക്ക് ബാക്കിയുണ്ട്. അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ടുള്ള കളിയാണ്. ആ കളി പക്ഷേ യുണൈറ്റഡിൻ്റെ മൈതാനത്താണ്. അതോടുകൂടി ഈ സീസണിലെ മത്സരങ്ങൾ അവസാനിക്കും. അത് കഴിഞ്ഞാൽ അദ്ദേഹം ക്ലബ്ബ് വിടുകയാണ് എന്നാണ് റിപ്പോർട്ട്. ഇപ്പോൾ ഇന്നലെ തന്നെ ഫബ്രിസിയോ റൊമാനോയുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. സൗദിയിൽ നിന്ന് വമ്പൻ ഓഫർ ഉണ്ട് എമിലിയാനോ മാർട്ടിനസിന് എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ ഈ കാര്യത്തിൽ നമുക്ക് കൂടുതൽ ആധികാരികതയോട് എടുക്കാവുന്നയാൾ ഗാസ് നെഡൂലാണ്. അപ്പോൾ ഗാസ് നെഡൂൽ പറയുന്നത് സൗദിയിൽ നിന്ന് ഓഫർ ഉണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹം അതിലേക്ക് പോവില്ല. അതുകൂടാതെ 2 പ്രമുഖ യൂറോപ്യൻ ക്ലബ്ബുകളിൽ നിന്ന് ഓഫറുണ്ട്. അങ്ങോട്ടേക്ക് ഏതിലേക്കെങ്കിലും ഒന്നിൽ എമിലിയാനോ മാർട്ടിനസ് പോവുകയും എന്നാണ് ഗാസ് നെഡൂലിൻ്റെ റിപ്പോർട്ട്. ഗാസ് നെഡൂലിൻ്റെ റിപ്പോർട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. അദ്ദേഹം പറയുന്നു, എമിലിയാനോ മാർട്ടിനസ് ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ക്ലബ്ബ് വിടാനുള്ള സാധ്യതയാണുള്ളത്. അദ്ദേഹത്തിന് സൗദി അറേബ്യയിൽ നിന്ന് ഓഫറുണ്ട്. 2 ഓഫറുകൾ മേജർ യൂറോപ്യൻ ടീമുകളിൽ നിന്നുമുണ്ട്. ഏതായാലും അതിൽ ഒന്ന് അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഒരിക്കലും സൗദി അറേബ്യയിലേക്ക് പോകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. സ്പോർട്ടിംഗ് റീസൺ കാരണം ഇത് വേൾഡ് കപ്പ് അടുപ്പിച്ചുള്ള സമയമാണ്. ഈ സമയത്ത് ഏറ്റവും മികച്ച രൂപത്തിൽ തന്നെ കോമ്പീറ്റ് ചെയ്ത് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം സൗദിയിലേക്ക് പോകേണ്ട എന്ന തീരുമാനമാണ് എടുക്കുന്നത്. ആസ്റ്റൺ വില്ലക്ക് അദ്ദേഹത്തെ വിൽക്കണം. ഇപ്പം ചാമ്പ്യൻസ് ലീഗിനെ ക്വാളിഫൈ ചെയ്യാത്തൊരു സ്ഥിതി വന്നാൽ അദ്ദേഹത്തെ വിൽക്കണം എന്ന് തന്നെ ആസ്റ്റൺ വില്ലയും തീരുമാനിച്ചിരുന്നു. എന്തായാലും വില്ല പാർക്കിലുള്ള അദ്ദേഹത്തിൻ്റെ ഈ യാത്ര അവസാനിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ഗാസ് നെഡൂൽ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും നിലവിൽ ആസ്റ്റൺ വില്ല ഒരു ചാമ്പ്യൻസ് ലീഗിന് ക്വാളിഫയിങ് പൊസിഷനിലാണ്. 5ാം സ്ഥാനത്താണ്. 37 കളിയിൽ 66 പോയിന്റ്. പക്ഷേ സിറ്റി വരുന്ന മത്സരം വിജയിച്ചാൽ അവർ വീണ്ടും താഴേക്ക് പോകുന്ന സ്ഥിതിയുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ എമിലിയാനോ മാർട്ടിനസിനെ വിൽക്കുന്നതിനെ പറ്റിയാണ് ആസ്റ്റൺ വില്ലയും ആലോചിക്കുന്നത് എന്ന് ഗാസ് നെഡൂൽ റിപ്പോർട്ട് ചെയ്യുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.